ഹായ് വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓപ്പൺ കോഴ്സ് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്നുള്ള പേപ്പറിലെ മൂന്നാമത്തെ മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ആറാമത്തെ പാർട്ട് വീഡിയോ ആണ് ഈ ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്നുള്ള പേപ്പറിൻ്റെ ആറാമത്തെ വീഡിയോ ആണ്. പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആദ്യം മുതലുള്ള വീഡിയോസ് കാണാൻ സാധിക്കും. മൂന്നാമത്തെ മൊഡ്യൂളിൽ ആദ്യത്തെ മൊഡ്യൂള് എവല്യൂഷൻ ആയിരുന്നു. ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള കൺസെപ്റ്റ് ഇവോൾവ് ചെയ്ത് എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് UN-യും അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതാണ് പഠിച്ചത്. മൂന്നാമത്തെ മൊഡ്യൂൾ പഠിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഹ്യൂമൻ റൈറ്റ്സുമാണ് മൂന്നാമത്തെ മൊഡ്യൂളിൽ. നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും ഒക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും എളുപ്പമുള്ള ഒരു മൊഡ്യൂളാണ് ഇത്. അപ്പോൾ നോക്കാം. The framers of Indian Constitution very much influenced by the concept of human rights contained Universal Declaration of Human Rights and guaranteed many of those rights in our Constitution Part 3 and Part 4, though the separate carry a common theme, human rights. അപ്പോൾ ഏകദേശം UDHR യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഫ്രെയിം ചെയ്യുന്നത് ഏകദേശം ഒരേ സമയത്താണ്. അപ്പോൾ UDHRൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ, നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലേക്കൊക്കെ എന്ന് പറയുന്നുണ്ട്. When human rights are guaranteed by the written constitution, they are known the fundamental rights. മനുഷ്യാവകാശങ്ങൾ അത് ഉറപ്പ് നൽകുന്ന, കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പ് നൽകുന്ന മനുഷ്യാവകാശങ്ങളെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നൊക്കെ വിളിക്കുന്നത്. മൗലിക അവകാശങ്ങൾ, പൗരന് ഒരു തരത്തിലും നിഷേധിക്കാൻ പറ്റാത്ത അവകാശങ്ങളാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ദ മോഡേൺ നെയിം വാട്ട് ഹാസ് ബീൻ ട്രഡീഷണലി നോൺ ആസ് നാച്ചുറൽ റൈറ്റ്സ്. പണ്ട് സ്വാഭാവിക അവകാശം എന്നറിയപ്പെട്ടിരുന്ന അവകാശങ്ങളാണ് ഇപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. അതിൻ്റെ മോഡേൺ നെയിമാണ് എന്ന് പറയുന്നത്. ദേ ആർ ഫണ്ടമെൻ്റൽ ബിക്കോസ് ordinary legal right is enforced by ordinary law of land and may be changed legislature of the country. What is the difference between ordinary law and fundamental, ordinary right and fundamental rights എന്നുള്ള ക്വസ്റ്റ്യൻ സാധാരണഗതിയിൽ കാണാറുണ്ട്. What is the difference between fundamental rights and ordinary right? അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഓർഡിനറി റൈറ്റ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇതാണ്. ഓർഡിനറി ലീഗൽ റൈറ്റ് എൻഫോഴ്സ്ഡ് ബൈ ദ ഓർഡിനറി ലോ, സാധാരണ നിയമം വഴി എൻഫോഴ്സ് ചെയ്യപ്പെടുന്നതാണ് ആ രാജ്യത്തെ. മേ ബി ചേഞ്ച്ഡ് ബൈ ദ ലെജിസ്ലേച്ചർ ഓഫ് കൺട്രി, പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. പക്ഷേ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കനോട്ട് ബി ആൾട്ടേർഡ്, അതും പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റില്ല സെയിം വേ, സാധാരണ നിയമങ്ങൾ നമ്മൾ മാറ്റുന്നത് പോലെ. ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ഓൺലി ബൈ അമെൻഡിങ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന ഭേദഗതി ചെയ്യണം. സാധാരണ നിയമമാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ആക്ട് പാസ്സാക്കിയാൽ മതി ഇവിടെ പാർലമെൻറ്റിൽ. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യണം, നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലും തൊട്ട് കളിക്കുന്നത്. ദെൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ എൻഫോഴ്സിബിൾ അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സ്റ്റേറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവാണ്. കാരണം അത് ഗ്യാരണ്ടി ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? സ്റ്റേറ്റിനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പണ്ഡിറ്റ് നെഹ്റു as said, fundamental rights should be looked upon not from the point of any difficulty of movement, but has something you want to make permanent in the constitution. അതുകൊണ്ട് തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൾട്ടർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബേസിക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൾട്ടർ ചെയ്യുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. നമുക്കറിയാം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ഡീൽ ഇൻ ദ പാർട്ട് 3 of the constitution, while directive principle of state policy DPSP അത് പാർട്ട് 4 ആണ് ഉള്ളത്. Then while the civil political rights have been incorporated 3rd constitution, economic and social cultural right have been incorporated 4th. പാർട്ട് 3 നമ്മൾ പറഞ്ഞിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്, പൗരാവകാശം രാഷ്ട്രീയ അവകാശമാണെങ്കിൽ, ദെൻ എക്കണോമിക് സോഷ്യൽ കൾച്ചറൽ റൈറ്റ്സ് ആണ് നമ്മുടെ DPSPയിൽ. ഓക്കെ, അപ്പോൾ DPSP എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഉൾപ്പെടുന്നതല്ല എന്നുള്ളതാണ്. DPSPയിൽ പറയുന്നുണ്ട് ആർട്ടിക്കിൾ 36 മുതൽ
36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളാണ് DPS ബിൽ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറയുന്നത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറയുന്നത്. ഇത് പാർട്ട് 3 ആണ്, ഇത് പാർട്ട് 4 ആണ്. ഇത് മനസ്സിലാക്കുക. ഓക്കെ, ഇത് പാർട്ട് 4ഉം 3യും മനസ്സിലാക്കുക. ഓക്കെ ദെൻ അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡീൽസ് വിത്ത് പാർട്ട് 3 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, വൈൽ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ഡീൽസ് വിത്ത് പാർട്ട് 4 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇതിൽ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൾച്ചറൽ റൈറ്റ്സ് ആണ് പാർട്ട് 4 ദേ ആർ ഡിവൈഡഡ് ദ ഗ്രൗണ്ട് ഓഫ് എൻഫോഴ്സിബിളി ഫോമർ ആൻഡ് നോൺ എൻഫോഴ്സബിലിറ്റി ലേറ്റർ. ഓക്കെ, അതായത് എൻഫോഴ്സിബിൾ ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, എൻഫോഴ്സിബിലിറ്റി അത് കോർട്ടിനെ ഡയറക്റ്റ് നമുക്ക് ഇതാക്കാം. പക്ഷേ നോൺ എൻഫോഴ്സിബിൾ ആണ് ഏത്, 4th ആയിട്ടുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ they divided. Okay, otherwise the right included both equally important. Nehru points the superior inferior other, they are complementary each other. ഇത് കോംപ്ലിമെൻ്ററി ആണ്, രണ്ടും പരസ്പര പൂരകങ്ങളാണ് എന്നുള്ളതാണ്. ഓക്കെ റൈറ്റ്, നമുക്ക് നോക്കാം. എന്താ ഇന്ത്യൻ ഹ്യൂമനിറ്റേറിയൻ ഐഡിയ ബിക്കം പോപ്പുലർ ബിഗിനിങ് ഓഫ് 19th century. മാനുഷികപരമായിട്ടുള്ള ഒരു ഐഡിയ, ആശയം അത് പോപ്പുലർ ആവുന്ന 19th century ആണ്. നമ്മുടെ അബോളിഷൻ ഓഫ് സതി 1989, അബോളിഷൻ ഓഫ് സ്ലൈവറി 18, രാജാറാം മോഹൻ റോയുടെ കാലഘട്ടത്തിലാണെന്ന് പറയാം. അബോളിഷൻ ഓഫ് ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ്, അതായത് ശിശു ഹത്യ, അതുപോലെ തന്നെ ഭ്രൂണഹത്യ, ഫീമെയിൽ അല്ലേ, അതായത് പെൺകുഞ്ഞാണെങ്കിൽ ഇൻഫാൻറ്റിസൈഡ് നടത്തുക, ഭ്രൂണഹത്യ നടത്തുന്നത് 1870 നിയമം മൂലം നിരോധിച്ചു. ഫോർമേഷൻ ഓഫ് ടോർച്ചർ കമ്മീഷൻ, ദ മദ്രാസ് പ്രസിഡന്റ് 1855 ഒരു ടോർച്ചർ കമ്മീഷൻ, വുമൻസ് നേരിടുന്ന ടോർച്ചറിനൊക്കെ. ഇൻട്രൊഡക്ഷൻ വിഡോ റീമാരേജ് ലെജിസ്ലേഷൻ 1856, ഇതൊക്കെ പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് 1929. ഓക്കെ, ഇതൊക്കെ നമുക്കറിയാം, ഇതൊക്കെ ഹ്യൂമനിറ്റേറിയൻ ഐഡിയാസ് ആണ്. അപ്പോൾ ബിഫോർ ഇൻഡിപെൻഡൻസ് വി കൺസിഡേർഡ് ഹ്യൂമനിറ്റേറിയൻ ബേസിസ്. ഓക്കെ, ദെൻ the enactment of the Indian Penal Code of 1860, a series of prisons and jail reforms legislation act were based reformist tendency by preserving the female children age of consent Act 1891, abolition of child marriage in 29 were passed. അപ്പോൾ ഇതൊക്കെയാണ് പ്രൈമായിട്ടുള്ളത്. അതുപോലെ തന്നെ UDHR പറയുന്നത് പോലെ തന്നെ എലമെൻ്ററി എഡ്യൂക്കേഷനെ കുറിച്ചും നമ്മൾ ആ സമയത്ത് തന്നെ പറയുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ the work for drafting constitution for India done during the time of universal declaration of human rights. നമ്മൾ പറഞ്ഞു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ UDHR ഒരേ സമയത്താണ് ഫ്രെയിം ചെയ്യുന്നത്. വിത്ത് ഇൻസ്പിറേഷൻ ഓഫ് UDHR, the framers of constitution incorporated list of rights what is known as ഫണ്ടമെന്റൽ റൈറ്റ്സ്. ആ സമയത്ത് നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ UDHRൽ നിന്ന് നമ്മൾ ഇതെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വി അഡോപ്റ്റഡ് പാറ്റേൺ ഓഫ് അമേരിക്കൻ ബിൽ ഓഫ് റൈറ്റ്. ഓക്കെ, നമ്മൾ കടം കൊണ്ടിട്ടുള്ളത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് കടം കൊണ്ടിട്ടുള്ളത് അമേരിക്കൻ ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ്. അതുകൊണ്ട് തന്നെ the fundamental rights that guaranteed under the constitution clause similarly those in UN declaration of human right നമുക്ക് കാണാൻ പറ്റും. അത് ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 14 right to equality, article 40 equality before the law, equal protection of the law, article 15 prohibition of discrimination ആണ് പറയുന്നത്, article 60 equal opportunity of public employment പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 90 റൈറ്റ് ടു ഫ്രീഡം പറയുന്നുണ്ട്, പേഴ്സണൽ ലിബർട്ടി പറയുന്നുണ്ട്, റൈറ്റ് ദെൻ ചൈൽഡ് ലേബറിനെ കുറിച്ച് പറയുന്നുണ്ട്, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആർട്ടിക്കിൾ 25, 29 കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്, ആർട്ടിക്കിൾ 31 ഇപ്പോൾ നമ്മളിതിലില്ല, റൈറ്റ് ടു പ്രോപ്പർട്ടി ആണ് 31 ഉണ്ടായിരുന്നത്, അത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്, കറക്റ്റിൽ ചെയ്തിട്ടുണ്ട്. ദെൻ ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇതൊക്കെ ഏകദേശം UDHRമായിട്ട് സിമിലാരിറ്റി ഉള്ളതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ.
ഓക്കെ, then നമുക്ക് പ്രിയാമ്പിളും കൂടി ഡിസ്കസ് ചെയ്ത് ഈ ഭാഗം ഇവിടെ ഈ പാട്ട് നമുക്ക് ഇവിടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയുടെ ഒരു ആമുഖം എന്നാണ് പറയപ്പെടുന്നത്. ഭരണഘടന എന്താണ്, വാട്ട് ഇറ്റ് സ്റ്റാൻഡ് ഫോർ, ഇതാണ് പ്രിയാമ്പിൾ പറയുന്നത്, ആമുഖത്തിൽ പറയുന്നത്. ഓക്കെ, ദ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൾസോ എക്സ്പ്ലെയിൻ നേച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദാറ്റ് സ്റ്റേറ്റ് ഇറ്റ് അപ്പോൾഡ് ഡിഗ്നിറ്റി റൈറ്റ്സ് ഓഫ് ദി പീപ്പിൾ. ഇത് പറയുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടന ഉയർത്തി പിടിക്കുന്ന ഡിഗ്നിറ്റിയും അതുപോലെ തന്നെ റൈറ്റ്സ് ഓഫ് പീപ്പിളും. ഇങ്ങനെയാണ് പ്രിയാമ്പിൾ വായിക്കുന്നത് എന്ന് പറയുന്നു. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ജനങ്ങളായിട്ടുള്ള നാം ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ ഇൻറ്റു സോവറിൻ, പരമാധികാര, സോഷ്യലിസ്റ്റ്, സ്ഥിതി സമത്വ, സെക്യുലർ, മതനിരപേക്ഷ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ട് ഇന്ത്യയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലെ ജനങ്ങളായിട്ടുള്ള നമ്മൾ തന്നെയാണ് പ്രഖ്യാപിക്കുന്നത് എന്നുള്ളത്. സെക്യൂർ, ഓക്കെ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ടു സെക്യൂർ ഇറ്റ് ഓൾ സിറ്റിസൺ, നോട്ട് ഓൺലി ദ മെജോറിറ്റി പീപ്പിൾ ബട്ട് ഓൾസോ മൈനോറിറ്റി ആൾസോ. ഓക്കെ, എല്ലാ ജനങ്ങൾക്കും ഇത് ഉറപ്പ് നൽകുന്നുണ്ട്. അതായത് പരമാധികാര, സ്ഥിതി സമത്വ, അതുപോലെ തന്നെ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കാണ് നമ്മൾ. ഓക്കെ, ഇതെല്ലാം ഉറപ്പ് നൽകുന്നത്. എന്തൊക്കെ നമ്മൾ ഉറപ്പ് നൽകുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ജസ്റ്റിസ് ആ പറയുന്നത്, നീതി. എന്തൊക്കെ നീതിയാണ്? സോഷ്യൽ, എക്കണോമിക്, ഓക്കെ, ആൻഡ് പൊളിറ്റിക്കൽ, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതിയാണ്. ദെൻ സെക്കൻഡ് പറയുന്നത് ലിബർട്ടി. എന്തൊക്കെയൊക്കെയുള്ള സ്വാതന്ത്ര്യമാണ്? ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത്, വർഷിപ്പ്. ഓക്കെ, തോട്ട് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം, എക്സ്പ്രഷൻ, ഓക്കെ, എക്സ്പ്രഷൻ പ്രകടിപ്പിക്കാനുള്ളത്, ബിലീഫ് വിശ്വസിക്കാനുള്ളത്, ഫെയ്ത്തും അതുപോലെ തന്നെയാണ്, വർഷിപ്പ് ആരാധന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈക്വാലിറ്റി പറയുന്നുണ്ട്. നമ്മുടെ ഇക്വാലിറ്റി പറയുന്നത് എന്തൊക്കെ? ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ്, പദവിയിൽ തുല്യ പദവിയാണ്. ഓക്കെ, ഇത് നമ്മൾ നിയമം മൂലം നിരോധിച്ചതാണ്. അതുപോലെ തന്നെ ആൻഡ് ഓപ്പർച്യൂണിറ്റി, അവസര സമത്വം പറയുന്നുണ്ട്. ടു പ്രൊമോട്ട് എമംഗ് ദം ഓൾ ഫെർട്ടേണിറ്റി. ഓക്കെ, ഫെർട്ടേണിറ്റി സാഹോദര്യം, എല്ലാവരിലും സാഹോദര്യം വളർത്തുന്നത്. ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇക്വാലിറ്റി, അതുപോലെ തന്നെ ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫെർട്ടേണിറ്റി, ഇത് നമ്മൾ കടം കൊണ്ടിട്ടുള്ളത് ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നാണ് നമ്മൾ കടം കൊണ്ടിട്ടുള്ളത് എന്നാണ്. അഷ്വറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ഇൻറ്റഗ്രിറ്റി ഓഫ് നേഷൻസ് പറയുന്നത്. രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ദിസ് 26th day of November 1949 do hereby adopt, enact and to give ourselves this constitution. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് 1949 നവംബർ 26, അതാണ് നവംബർ 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ, ഭരണഘടനാ ദിവസമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഇത് വായിക്കുന്നത്. ഇൻ പ്രിയാമ്പിൾ നമ്മളെല്ലാവരും കൂടിയാണ് ഒപ്പ് നൽകുന്നത്. ഇൻ പ്രിയാമ്പിൾ വി ക്യാൻ സീ ദാറ്റ് ഡിക്ലെയർ സുപ്രീമസി. അപ്പോൾ സുപ്രീമസി പറയുന്നത് സോവറിൻ ആണ്. ഓക്കെ, സുപ്രീമസി ആൻഡ് സോവറിറ്റി ഓഫ് ദി പീപ്പിൾ, എസ്റ്റാബ്ലിഷ്ഡ് ഡെമോക്രാറ്റിക്, സോഷ്യലിസ്റ്റിക് ആൻഡ് റിപ്പബ്ലിക് ആയിട്ട് ഇതാക്കുന്നു. Then the constitution just ensure the justice for all, it provide liberty, equality. നമ്മൾ പ്രിയാമ്പിൾ വായിച്ചതാണ് ഇതൊക്കെ. അപ്പോൾ പ്രിയാമ്പിൾ എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആണ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ 95 62 654 789 എന്നുള്ള ടേൺ ടു ലൈൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ മെസ്സേജ് അയക്കുക. വോയിസ് ഓർ ടെക്സ്റ്റ് ഓൺലി. ഓക്കെ, ഡോണ്ട് ട്രൈ ടു കോൾ. താങ്ക് യു.